Hello friends, Assalamu alaikum. Welcome to our channel. ഫാത്തിമ സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളിപ്പോൾ കടല മസാല ഇതൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾക്ക് ഈ റെസിപ്പി കണ്ടിട്ടുണ്ടാവില്ല, കഴിച്ചിട്ടുണ്ടാവില്ല. ഉറപ്പായിട്ട് പറയാൻ നല്ല അടിപൊളി യൂണിക് റെസിപ്പി തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ചാക്കിക്കോ. ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് തീരെ മറക്കണ്ട. അപ്പോൾ നമുക്ക് കൂടുതൽ സമയത്തൊന്നും കളയാണ്ട് നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒരു കുക്കർ എടുക്കണം ഫസ്റ്റ് ആയിട്ട് നമുക്ക്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഇത് കടലയില്ല, ഇത് ഗ്രീൻ പീസാണ് കേട്ടോ. ഇത് വൈറ്റ് ഗ്രീൻ പീസാണ്. ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ച ഗ്രീൻ പീസ് എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വൈറ്റ് ഗ്രീൻ പീസ് എടുത്തിട്ട് ഒരു 6-7 മണിക്കൂർ ഞാൻ ഇതിലേക്ക് സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്താൽ ഏറ്റവും ബെറ്റർ തന്നെ. പിന്നെ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് കൂടി തൊലി കളഞ്ഞിട്ട് പീലാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ആഡ് ആക്കണം. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ബേസിക് ഇൻഗ്രീഡിയൻസ് തന്നെ നമുക്ക് സോൾട്ടും ഉപ്പ് നമുക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ട് ആഡ് ആക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂണായിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 5 വിസൽ ആവുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 5-6 വിസൽ എന്തായാലും നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നമുക്ക് ഇനി കുക്കർ ലീഡ് കവറാക്കിയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒരു 6 വിസലാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ആക്കുമ്പോൾ ഓൺലി തൊട്ടവിടെ ബെല്ല് ഓൺലി ക്ലിക്ക് ആക്കിയാൽ എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ ഇവിടെ 6 വിസൽ ആയിട്ടുണ്ട്. ഏറി ഇതൊക്കെ എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഈ ഉരുളക്കിഴങ്ങ് സൈഡിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടല അതേപോലത്തെ നമുക്ക് പൊട്ടിപ്പോകാൻ പാടില്ല, പക്ഷേ ഫുള്ളായിട്ട് ഇതേപോലത്തെ നിൽക്കണം. പക്ഷെ നല്ല സോഫ്റ്റ് ആവണം, അത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ 6 വിസൽ എന്തായാലും നിങ്ങൾ എടുത്താൽ മതി. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ പർവ്വത്തിൽ തന്നെ കടല ഗ്രീൻ പീസ് വേവിച്ച് കിട്ടും. പിന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് ഇതേപോലത്തെ സ്പൂൺ എടുത്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു പൊട്ടാറ്റോ മാഷർ എടുത്തിട്ട് മാഷാക്കി എടുക്കണം കേട്ടോ. പക്ഷേ പൊട്ടാറ്റോ മാഷറിൻ്റെ കൂടെ ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. ഒരു സ്പൂണ് തൊടുമ്പോൾ തന്നെ നല്ല ഉരുളക്കിഴങ്ങ് മാഷായിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് മാഷാക്കിയത് നമുക്ക് സൈഡിലേക്ക് മാറ്റിയെടുക്കുക. ഇനി അടുപ്പിലേക്ക് പോവുക. അപ്പോൾ ഞാനിവിടെ അടുപ്പിലൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് വരെ നമുക്ക് പച്ചമുളക്, ഒരു ഇഞ്ച് പച്ചമുളക്, ഒരു ഇഞ്ച് പീസായിട്ട് ഇഞ്ചിൻ്റെ ഒരു 2 പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഈ പച്ച മണം മാറി ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ആക്കിയിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് വെള്ളം ആഡ് ആക്കണം. തന്നൊക്കെ ഈ പട്ടന മസാല ഇതൊന്നും കറിഞ്ഞു പോണ്ട പറഞ്ഞിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണായിട്ട് മുളക് പൊടി ആഡ് ആക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് കശ്മീരി റെഡ് ചില്ലി തന്നെ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക്, മുളക് പൊടി ഇതൊക്കെ ആഡ് ആക്കിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മാഷ് ആക്കിയിട്ടുണ്ടല്ലേ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ആക്കണം. പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ചിട്ട് കുട്ടികൾ ഇതൊക്കെ കളിക്കുമ്പോൾ നമുക്ക് പിന്നെ ഇത് ചോറിൻ്റെ കൂടെ ഇതൊന്നും കളിക്കില്ലല്ലോ, വെറുതെ ഇങ്ങനെ എടുത്ത് കളിക്കുമ്പോൾ പിന്നെ ഒരുപാട് എരിവ് ആഡ് ആക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവാണ്, നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണ് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളക്, മുളക് പൊടി മാത്രം ആഡ് ആക്കിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഇനി ഉരുളക്കിഴങ്ങ് ആഡ് ആക്കിയ ശേഷം 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ആക്കിയിട്ട് പിന്നെ കുറച്ച് കൂടെ 1/4 ടീസ്പൂണായിട്ട് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണായിട്ട് ജീരക പൊടിച്ചത് പൊടിയാണ് ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ചെറിയ ജീരകമാണ് ഇത് പൊടിച്ചത് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. ക്യുമിൻ സീഡ്സ് 1 ടീസ്പൂൺ ആ പൊടി ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ആക്കി എടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഈ കടല ഇതിലേക്ക് ഈ ഗ്രീൻ പീസ്, വൈറ്റ് ഗ്രീൻ പീസ് നമുക്ക് വേവിച്ചെടുത്താൽ നമുക്ക് ബോയിലാക്കിയത് ഇതിലേക്ക് ആഡ് ആക്കണം കേട്ടോ. ഇനി ഈ വെള്ളം നിങ്ങൾക്ക് ഒരുപാട് വെള്ളം കാണുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് ബേജാറാവണ്ട. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇത് നല്ല തിക്കായി വരും. ഇനി കുറച്ചുകൂടെ ഉപ്പ് ആഡ് ആക്കിയിട്ട്, നേരത്തെ നമുക്ക് ഉപ്പ് ആഡ് ആക്കിയിട്ടുണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ആക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂണായിട്ട് ബ്ലാക്ക് സോൾട്ട് ആഡ് ആക്കണം കേട്ടോ. ബ്ലാക്ക് സോൾട്ട് ആഡ് ആക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഈ ചാട്ടി ഉണ്ടാവില്ലേ, ബോംബെ പോയ നിങ്ങൾക്ക് ചാട്ടി ഉണ്ടാവില്ലേ, ഈ ഭേൽപൂരി, പാനിപ്പൂരി അങ്ങനത്തെ ഇതൊക്കെ ആകുമ്പോൾ ബ്ലാക്ക് സോൾട്ട് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. അതിൽ പ്രത്യേകിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് മല്ലിയില ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു തള വരുന്ന നമുക്ക് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് ബോയിലാക്കി എടുക്കണം. പിന്നെ ഇത് കൺസിസ്റ്റൻസി ഉണ്ടാവട്ടെ, നമുക്ക് ഒരുപാട്
ഇത് കുറച്ച് തണുപ്പായ ചൂട് മാറിയ ശേഷം ഇത് കുറച്ചുകൂടെ ഡ്രൈ ആവും കേട്ടോ. അത് കാരണം നമുക്ക് ഈ പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇനി നമുക്ക് ഒരു സർവിങ് പ്ലേറ്റിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാം സർവിങ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ റഗട ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് പുളിൻ്റെ പിന്നെ ശർക്കരൻ്റെ ഒരു ചട്നിയാണ്. പിന്നെ ഇതിൽ മേലെ കുറച്ചുകൂടി നമുക്ക് ഗ്രീൻ ചട്നി ആഡ് ആക്കണം. പിന്നെ ഈ 2 ചട്നീൻ്റെ വീഡിയോ ഗ്രീൻ ചട്നീൻ്റെ പിന്നെ ഖട്ടി മിട്ടി ഇംലിൻ്റെ ചട്നീൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മേലേക്ക് കുറച്ച് പച്ച സബോള ഇതിലേക്ക് മേലേക്ക് ആഡ് ആക്കണം, ഒനിയൻ. പിന്നെ നമുക്ക് കുറച്ച് സ്പിഞ്ചായിട്ട് നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചതിൽ പൊടിയല്ലേ ജീരകം ഡ്രൈ ജീരകം നമുക്ക് ഫസ്റ്റ് വറുത്തെടുത്തിട്ട് റോസ്റ്റ് ആക്കിയിട്ട് അത് പൊടിച്ചെടുക്കണം. എന്നിട്ട് അതിൽ പൊടി ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ആക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഈ മിക്സർ കിട്ടുന്നുണ്ടല്ലേ, ഇത് ഓപ്ഷണലാണ്, പക്ഷേ ആഡ് ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ. പിന്നെ ഫ്രഷ് മല്ലിയില, കൊറിയാൻഡർ ലീഫ്, പിന്നെ ഇതിലേക്ക് ആഡ് ആക്കണം നമുക്ക് ലെമൺ, ഒരു നാരങ്ങേൻ്റെ നീര് പിഴിഞ്ഞ് കൊടുക്കണം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റഗട ചാട്ട് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട. എല്ലാവരും ഈ റെസിപ്പി ഇഫ്താറിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ നിങ്ങൾ തീരെ മറക്കണ്ട. അപ്പോൾ നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് കടല മസാല ഇതൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്തായാലും ഇത് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ കണ്ണിൻ്റെ കൂടി ഇതൊക്കെ സൈഡ് ഡിഷായിട്ട് ഞങ്ങൾ കണ്ണിൻ്റെ കൂടി ഇതൊക്കെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ തീരെ മറക്കണ്ട. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോർത്തിൻ്റെ എന്തൊക്കെ റെസിപ്പി നിങ്ങൾക്ക് വേണം എനിക്ക് സജഷൻ ചെയ്യാൻ നിങ്ങൾക്ക് മറക്കണ്ട. നിങ്ങളുടെ എന്തൊക്കെ വീഡിയോ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡിന് എന്തൊക്കെ റെസിപ്പി ഇഷ്ടമാണ് എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയാൻ നിങ്ങൾ തീരെ മറക്കണ്ട. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു റെസിപ്പി കൊണ്ടുവരാം. അപ്പോഴേക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു. സ്റ്റേ ഹാപ്പി. അസ്സലാമു അലൈക്കും.